നമസ്കാരം. ലോകത്തിലെ ഏതൊരു മാധ്യമത്തിനും അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന കാര്യം ആളുകൾ അവരുടെ വാർത്ത കാണണം അല്ലെങ്കിൽ പ്രോഗ്രാം കാണണം എന്നത് തന്നെയാണ്. കാരണം അതിലൂടെയാണ് അവർക്ക് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ പരസ്യം, യൂട്യൂബ് വരുമാനം എന്നതൊക്കെ ലഭിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒട്ടനവധി മാധ്യമങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. സാറ്റലൈറ്റ് ചാനലുകൾക്കടക്കം അത്യാവശ്യം പൊടിക്കൈകൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു മാധ്യമത്തിനും നിലനിന്ന് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം. അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് വൾഗറാകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രധാന ട്രെൻഡാണ് ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന കാര്യം. അത് ചാനലുകാർക്ക് സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം അവരെ വിളിച്ചു വരുത്തി അവരെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ച് അവരൊന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ആ ചാനൽ ക്ലിക്കായി, അല്ലെങ്കിൽ ആ വാർത്ത ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. അത് തന്നെയാണ് ചാനലുകാർക്കും വേണ്ടത്. വന്നിരിക്കുന്ന വ്യക്തി ദേഷ്യപ്പെടണം, പറ്റുമെങ്കിൽ 4 ചീത്തയും പറയണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ ചാനലും ആ വാർത്തയും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ABC ചാനലിൻ്റെത്. മലയാളത്തിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരു ചാനൽ തന്നെയാണ് ABC ചാനൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, TG മോഹൻദാസ് ഒക്കെ സ്ഥിരമായി പ്രോഗ്രാം ചെയ്യുന്ന ഒരു ചാനലാണ്. അതിൽ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് ഈ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നടന്മാർക്ക് ഡയറക്ടേഴ്സിന്റെ അത്രയും ബുദ്ധിയുടെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം. അവതാരകന് ആ കിട്ടുന്ന പോയിന്റ് അങ്ങ് ആയിക്കഴിഞ്ഞു. അവതാരകൻ അത് തിരിച്ചു ചോദിക്കുകയാണ്, അതെങ്ങനെയാണ്, അതിന് ഒരു ഉത്തരം പറയൂ, അത് മോഹൻലാലിനെയും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകളെ അപമാനിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ. അതിന് റിപ്ലൈ സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ അവതാരകൻ തയ്യാറല്ല. അദ്ദേഹത്തിന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അത് കേൾക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ കാര്യമില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പണ്ഡിറ്റ് അവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ ഈ അവതാരകനെ എടുത്തൊന്ന് ദേഷ്യപ്പെടണം, 2 ചീത്ത പറ്റുമെങ്കിൽ ഒന്ന് കേൾക്കണം. കാരണം അതൊക്കെ ഒന്ന് തമ്പനയിലായിട്ട് കൊടുക്കണം. അപ്പൊ വ്യൂസ് കൂടുതൽ കിട്ടും. ഇനി എനിക്ക് ഉത്തരം പറയാലോ? ചേട്ടൻ പറയാം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ചേട്ടൻ പറഞ്ഞു കേൾക്കൂ. ഒന്നുകിൽ നിങ്ങൾ പറയണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ചോദ്യം. ഞാൻ ആകെ ഒരു ചോദ്യം ചോദിച്ചു, ചേട്ടൻ ഇത്ര നേരം എന്നോട് മിണ്ടിച്ചിട്ടില്ല. ചേട്ടൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്, ചേട്ടൻ അത് മനസ്സിലാക്കണോ? ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞു. നിങ്ങളെ ചോദ്യം ഇതാണ്, ഒരു നടനെ ബുദ്ധി അധികം വേണമെന്ന് ഒരു ഡയറക്ടറിൽ നിന്നും ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് ഞാൻ പറയുന്നത്, എന്തോ ആവട്ടെ. അപ്പോൾ ഇനി അതേസമയം നടൻ എന്ന സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു നടനെ വിളിക്കുന്നു. ശരി, അയാൾക്ക് അത്യാവശ്യം ആ റോള് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി, നോട്ട് ദ പോയിന്റ്. അതാ ഞാൻ പറഞ്ഞത്, അയാൾ വളരെ ബുദ്ധിപരമായി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. അയാൾ ഓടി വരുമ്പോൾ സ്ലോ മോഷനിലാണ് ആയിക്കോട്ടെ, അയാൾക്ക് സാധാരണ ഇതിൽ ഓടി വന്നാൽ മതി. അയാൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു ഷോട്ട് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. മറ്റേ എല്ലാം ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്ന റോള് ചെയ്താൽ മതി. ഇനി തിരിച്ചും പറയാം, തന്ന റോള് ചെയ്യാനുള്ള കഴിവുമില്ല എന്ന് കരുതിക്കോ. ഇനിയിപ്പോൾ ഒരാൾക്ക് കുറേ പൈസ കൊടുത്തിട്ടാണ് അയാൾ വന്നു വിചാരിച്ചോ, ഇയാളെ മുഖത്ത് 5 സെൻറ്റ് അഭിനയമില്ല, പക്ഷേ ഇയാൾക്കാണെങ്കിൽ ഇവൻ്റെ പൈസ കിട്ടിയേ പറ്റൂ. എന്നാലും വളരെ ബുദ്ധിയുള്ളൊരു സംവിധായകനാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാം. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം, നടന് ബുദ്ധി വേണ്ട, സംവിധായകന് കഴിവും ബുദ്ധിയും വേണം. അങ്ങനെയാണെങ്കിൽ കഴിവും ബുദ്ധിയും ഇല്ലാത്ത സംവിധായകരുടെ സിനിമകളായിരിക്കുമോ പ്രേക്ഷകർ അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധായകർക്കെതിരെ ആയിരിക്കുമോ പ്രേക്ഷകർ കമന്റ് കൊല്ലുന്നത് അല്ലെങ്കിൽ തെറി വിളിക്കുന്നത്? പറയുന്നത് അതിപ്പോൾ ഒരു സിനിമ എന്നല്ല, ഈ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഇപ്പം നിങ്ങൾ മണ്ടത്തരമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറിയായിരിക്കും കേൾക്കുക. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻ്റലക്ച്വൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് കേട്ടോ. അത് സിനിമ എന്നല്ല. ജനങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുന്നതോ തെറി വിളിക്കുന്നതോ നിങ്ങളുടെ സംസ്കാരവുമായിട്ടും ബന്ധമുണ്ട്. ഇങ്ങനെ തരം താഴുന്ന പ്രവർത്തികളാണ് ഈ പത്രങ്ങളും ചാനലുകാരും എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭൂരിഭാഗം ചാനലുകാരും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു അവതാരക ഹന്ന റിജി കോഷിയോട്, DNA സിനിമയിൽ അഭിനയിച്ച ഹന്ന റിജി കോഷിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് ചാൻസ് ലഭിച്ചത് എന്നൊക്കെ. ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? തോന്നുന്നു അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഹന അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കിടന്നു കൊടുത്തിട്ടും അല്ല, എനിക്ക് ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. പിന്നെ എന്ത് കാര്യത്തിന് എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചേ? അത് വലിയ വിവാദമാവുകയായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് കേട്ടിട്ടുമുണ്ടായിരിക്കും. ഈ ചോദിക്കുന്ന അവതാരക ഒരിക്കലും മന്ദബുദ്ധിയൊന്നുമല്ല. അവർക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാൻ ചീത്ത കേൾക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് വരെ വരും എന്നുള്ള കാര്യമൊക്കെ ആ അവതാരകയ്ക്കും ആങ്കറിനും പ്രൊഡ്യൂസറിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതൊന്നും തന്നെ ഒരു പ്രശ്നവുമല്ല. എന്ത് ചെയ്തിട്ടും റേറ്റിംഗ് കൂട്ടണം, അത് മാത്രം ലക്ഷ്യം. ഇനി പ്രാങ്കുകളുടെ കാര്യവും പ്രോഗ്രാമുകളുടെ കാര്യവും എടുക്കുകയാണെങ്കിൽ തന്നെ അതിലും തന്നെ ഒരു വ്യത്യാസവുമില്ല. കൗമുദിയിലെ ഒരു പ്രാങ്ക് ഷോയാണ് ഓ മൈ ഗോഡ്.
ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു പരിപാടിയാണ് ഓ മൈ ഗോഡ്. അതിൽ കുറച്ചു നാൾക്ക് മുമ്പേ വന്ന ഒരു പ്രാങ്ക് നിങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രാങ്കാണ്. ഒരു വ്യക്തിയെ ഏകദേശം ഒരാഴ്ച അതിലെ ആങ്കർ ഫോൺ വിളിച്ച് വരുത്തിക്കുകയാണ് കാണാനായിട്ട്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ച്, പക്ക ഹണി ട്രാപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും, അങ്ങനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ഫ്ലേർട്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് വീഡിയോ ആയിട്ടൊക്കെ എടുത്ത് സംപ്രേഷണം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം നശിച്ചാലും പ്രശ്നമില്ല, നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടണം. അത് മാത്രമാണ് ലക്ഷ്യം. ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിന് പുറത്തു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോലും അദ്ദേഹം പോകുന്നില്ലായിരുന്നു. അങ്ങനെ നശിപ്പിക്കുകയാണ് ഈ ജീവിതങ്ങൾ പലരുടെയും. ഈ പ്രാങ്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേറൊരു പ്രാങ്ക് ഷോ ഉണ്ട്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. മലയാള സംവിധായകൻ തന്നെയാണ് അദ്ദേഹം. ഷെഫീഖിന്റെ സന്തോഷം ഡയറക്റ്റ് ചെയ്ത അനൂപ് പന്തളം. അദ്ദേഹം ചുരുളിയിലെ ആക്ട്രസിനെ വിളിക്കുകയാണ് പ്രാങ്ക് ചെയ്യാനായിട്ട്. കുറച്ച് കുട്ടികളുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം വിളിക്കുകയാണ്. പയ്യെ പ്രാങ്കിലേക്ക് എത്തുമ്പോഴാണ് പറയുന്നത് അത് കുട്ടികൾ എന്ന് പറയുന്നത് ഇബ്രാഹിം കുട്ടി, ജോർജ് കുട്ടി പോലെയുള്ള മുതിർന്നവരെയാണ്, അവരെയാണ് കൊഞ്ചിക്കേണ്ടത്. അത് തമാശയായിട്ട് ആ ആക്ട്രസും എടുക്കുന്നുണ്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി, കൃഷ്ണൻകുട്ടി, ജബ്ബാർ കുട്ടി, അഹമ്മദ് കുട്ടി, അങ്ങനെ കുറേ പ്രായമായ ടീമുകളാ. ഈ അമ്മാവന്മാരുമായിട്ടാണ് ഭയങ്കര വള്ളി അമ്മാവന്മാരെ ഈ കുട്ടികൾ. ഇവരുടെ വിദേശത്തുള്ള ബന്ധുക്കാർ നമുക്ക് പൈസ തന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടി ഇത്തിരി കുസൃതി പരിപാടി, കുൽസിത പരിപാടിയൊക്കെ ചെയ്തു കൊടുത്ത് സൈഡിൽ കൂടെ ജീവിക്കുന്ന ആളാണ്. ചുരുളെല്ലാം കണ്ടിട്ട് ഇവന്മാർ ഭയങ്കര ആവേശത്തിലാണ്. എന്റെ ഒരു സംശയം, ഈ വക പ്രാങ്കുകൾ മഞ്ജു വാര്യരുടെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ മോഹൻലാലിന്റെ അടുത്തോ മമ്മൂട്ടിയോടൊക്കെ ചോദിക്കുമോ? ആളറിഞ്ഞ് കളിക്കടാ എന്ന് പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്, അയ്യപ്പനും കോശിയിലും. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാട്ടണ്ണനെയും അലിൻ ജോസിനെയും ഒക്കെ വിളിച്ച് കളിയാക്കിയാലും ദേഷ്യം പിടിപ്പിച്ചാലും അപമാനിച്ചാലും ഇവിടെ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഈ പരിപാടികളൊക്കെ തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. ഹലോ, ഇത് ആറാട്ടണ്ണനല്ലേ? ഞാൻ നമിതയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 ദിവസം മുമ്പ് എന്റെ ഒരു റീൽസിൽ വന്നിട്ട് ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ വക പരിപാടികൾ ബഹിഷ്കരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. അല്ലെങ്കിൽ ലോകം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ തുടർന്നു കൊണ്ട് തന്നെയിരിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.